ലാസറസ് സീസൺ 1 അങ്ങനെ ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 13 എപ്പിസോഡായിരുന്നു ഈ ഒരു അനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സ്റ്റോറിയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തതെന്നുള്ളതാണ്. കാരണം നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലത്തെ ഒരു സ്റ്റോറി അല്ല, കുറേയധികം ട്വിസ്റ്റുകളും ടേണുകളും ഉള്ളൊരു സ്റ്റോറി. 13 എപ്പിസോഡിൽ ഇവർ ഈ ഒരു അനിമയ്ക്കകത്ത് എല്ലാ, അതായത് പ്രോട്ടോഗോണിസ്റ്റ് ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ബാക്ക് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. ഇമോഷണലി നമ്മളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം അത് ഭയങ്കര രസമാണ്. അതായത് ഒരു ഭയങ്കര വലിയ സയൻറ്റിസ്റ്റ്, പുള്ളി ഒരു പെയിൻ കില്ലർ കണ്ടുപിടിക്കുന്നു. ഈ ഒരു പെയിൻ കില്ലർ വേൾഡ് എൻഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഭവം വരുന്നു. ഈ ഒരു സയൻറ്റിസ്റ്റിനെ കാണാണ്ടാവുന്നു, സയൻറ്റിസ്റ്റിനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ വേൾഡ് എൻഡ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ ഒരു ടീം സെറ്റ് ചെയ്യുന്നു, ലാസറസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടീം പുള്ളി എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ കണ്ടുപിടിക്കുമോ, വേൾഡ് എൻഡ് ചെയ്യുമോ, അങ്ങനെ ഒരു കുറേ ക്രൂഷ്യൽ മൊമെൻറ്റ്സ്. ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സേ ഉള്ളൂ, ആ ഒരു ഡേയുടെ എണ്ണത്തിലാണ് വേൾഡ് പോകുന്നത്. അങ്ങനെ പോകുന്നതും പിന്നെ ഈ വേൾഡിലുണ്ടാകുന്ന, അതായത് വേൾഡ് എൻഡിങ് ആണ്, കുറേയധികം കോൺഫ്ലിക്റ്റുകളുണ്ട്, പിന്നെ ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട്. ആ സാധനങ്ങളെല്ലാം ഇവർ പറഞ്ഞു പോകുന്നുണ്ട്. ഭയങ്കര രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. 13 എപ്പിസോഡിലും അല്ല 12 എപ്പിസോഡിലും ക്ലിഫ് ഹാങ്ങർ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം. നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനം. എത്ര പേര് കണ്ടു തീർക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ കാണാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു അടിപൊളി അനിമയായിരിക്കും.